വളരെ സൗഹൃദപരമായൊരു സംഭാഷണത്തിനാ ഞാനിപ്പോ കാണാൻ വന്നത്. തിരികെ പോകുമ്പോഴും അതേ സൗഹൃദം നിലനിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ കൂടുതൽ നല്ല പിള്ള ചമയണ്ട. എനിക്കറിയാം നിങ്ങൾ എന്തോ ചെയ്തതിന്റെ ബാക്കിയാണ് സന്ദീപിന്റെ മനമാറ്റമെന്ന്. അത് ഞാനോ ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും അറിയുന്നത് വരെയുള്ളൂ. നിങ്ങളുടെയും നിങ്ങളുടെ അനിയത്തിയുടെയും സ്വപ്നം കൊണ്ടുള്ള മനക്കോട്ട കെട്ടല്. അനഘയ്ക്ക് സന്ദീപിനെ കൊടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും നിങ്ങൾ പോകുന്നറിയാവുന്ന ഏക ആള് ഞാനായതുകൊണ്ട് ഈ വീട്ടിലുള്ളവരെ പറഞ്ഞു പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അതിൽ ഞാൻ വീഴുകയില്ല. ഇതിലിപ്പോ ഞാനെന്താ പറയാ? ഞാൻ എത്ര പറഞ്ഞിട്ട് നീ വിശ്വസിക്കില്ലെന്ന് വെച്ചാ ഒരു കാര്യം ചെയ്, അതും കൂടി ഞാൻ ഏൽക്കാം. അങ്ങനെയെങ്കിൽ അർച്ചനയ്ക്ക് സമാധാനം കിട്ടട്ടെ. അതെ, എല്ലാത്തിനും പിന്നിൽ ഞാൻ തന്നെയാ. പോരെ? ദേ, മനസ്സറിവില്ലാത്ത കാര്യത്തിനാട്ടോ ഞാൻ ഈ കുറ്റമേറ്റത്. അല്ലെങ്കിൽ തന്നെ ഇത് ഞാൻ ചെയ്തതാണെങ്കിൽ അത് ചെയ്തു എന്ന് അർച്ചനോട് പറയുന്നതിൽ എനിക്കെന്താ കുഴപ്പം? എന്തിനാ അർച്ചന നീ പിന്നെയും പിന്നെയും ഈ വിവാഹം മുടക്കാൻ നടക്കുന്നേ? മുന്നേ നീ മുടക്കെന്ന് പറഞ്ഞപ്പോഴൊക്കെ പുറത്ത് കാണിക്കാതെയുള്ളൊരു ഞെട്ടൽ എനിക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു. ഒരു ഉൾഭയം മനസ്സിൽ വന്ന് നിറയുമായിരുന്നു. നിന്റെ വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ ഞാൻ മുൻ തയ്യാറെടുപ്പുകൾ നടത്തുമായിരുന്നു. പക്ഷെ ഇപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് നിന്നെ തെല്ലും ഭയവും ഇല്ല. അന്ന് നിന്റെ വെല്ലുവിളികളിൽ കഴമ്പുണ്ടായിരുന്നു. സന്ദീപ് നിന്റെ ഒപ്പം നിൽക്കുമെന്ന് അംഗീകരിക്കപ്പെടുന്നൊരു വാസ്തവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതില്ല. അനഘയുടെ ഭാഗ്യം കൊണ്ടാണോ അവന്റെ പഴയകാല ചെയ്തികൾ കൊണ്ടുള്ള കുറ്റബോധം കൊണ്ടാണോ എന്നറിയില്ല, സന്ദീപ് ഇപ്പോൾ ഉള്ളത് അവന്തികയുടെ കൂടെയാ. അല്ലെങ്കിൽ തന്നെ താനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വിവാഹത്തിന് പെണ്ണിനും ചെറുക്കനും അവരുടെ വീട്ടുകാർക്കും ഒക്കെ സമ്മതം. അർച്ചന മാത്രം ഇടം തിരിഞ്ഞ് മുടക്കാൻ നടക്കുന്നു. ഒരു കാര്യത്തിനിറങ്ങുമ്പോ യുക്തിപരമായി എന്തെങ്കിലും അതിൽ വേണ്ടേ അർച്ചന? എനിക്ക് മാത്രമല്ല ഇത് മുടങ്ങണമെന്ന് ആഗ്രഹമുള്ളത്. സന്ദീപിനടക്കം മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. മറ്റെന്തോ കാരണം കൊണ്ട് അവനത് പറയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ഞാനും എൻ്റെ അനിയത്തി ഒഴുക്കുന്ന കണ്ണീരിന് ഇതിനെല്ലാം പ്രതിവിധി ഉണ്ടാവും. ഇത് ഞാൻ മുടക്കില്ല എങ്കിൽ, എന്നെ കൊണ്ടൊന്നിനും കഴിഞ്ഞില്ല എങ്കിൽ ജീവിതാവസാനം വരെ അനക്ക കണ്ണീര് കുടിക്കും. നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ അനുഭവിക്കുന്നതും അവൾ തന്നെയായിരിക്കും. ഇത്രയ്ക്കും ഉഗ്രശാപമൊന്നും വേണ്ട അർച്ചന. ഇനി നിന്നെ കൊണ്ട് ഒന്നും ആവില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്റെ തോൽവി നീ തന്നെ സമ്മതിച്ചതിന് തുല്യമായ ഇപ്പൊ പറഞ്ഞ വാക്കുകളിന്മേൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അർച്ചനയുടെ വെല്ലുവിളികൾക്കും വാശിക്കും വൈരാഗ്യത്തിനും ഇനി വിലയില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും മനസ്സിലായ സ്ഥിതിക്ക് നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ, അവന്തികയ്ക്ക് പോകുന്ന എതിരാളിയല്ല അർച്ചന എന്ന്. അതുകൊണ്ട് തന്നെ നിന്റെ ഈ തോൽവിയിൽ ഞാൻ വലുതായിട്ട് സന്തോഷിക്കുന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, അവന്തികയും അർച്ചനയും തമ്മിലുള്ള എല്ലാ മത്സരവും ദാ ഇപ്പോ ഇവിടെ വെച്ച് നിർത്തുക. നമ്മൾ തമ്മിൽ വഴക്കില്ല, പിണക്കോ ഇല്ല. തോൽക്കുന്നത് നീയാണെങ്കിലും സമ്മാനം നിനക്ക് തന്നെയാ. അവന്തികയെക്കുറിച്ച് മനസ്സിലാക്കാൻ നോക്കിയതിന്, തോൽപ്പിക്കാൻ ശ്രമിച്ചതിന്, അതിനെല്ലാം പുറമെ അവന്തികയുടെ നേർക്കുനേർ നിന്ന് പോരാടാൻ കാണിച്ച ധൈര്യത്തിന് അവന്തിക തരുന്ന സമ്മാനം. നീ ഇത്രയും നാൾ ഉടുത്തതില് ഏറ്റവും വിലയുള്ള സാരി ദാ പിടിക്ക്. പിടിക്കേ. നല്ല സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി വേണം വരാൻ. അമ്മയ്ക്ക് തുല്യമായ ഏട്ടത്തിയായി അനഘയെ അനുഗ്രഹിക്കാൻ. കമലേ, ദാ വരുന്നു. നേരെ ഒരുപാടായി. ഇറങ്ങാം. ഇതും കൂടെ ഒന്ന് പൊട്ടിക്കോട്ടെ. അനൂപും ആതിരയും പിന്നീടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല.
എന്നാ എല്ലാവർക്കും ഇറങ്ങാം. അച്ഛാ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞിട്ടാ ഞാൻ വരാൻ തീരുമാനിച്ചത്. ഞാൻ അവിടെ താമസിക്കുകയൊന്നുമില്ല, രാത്രി ഇങ്ങ് പോരും. എന്നിട്ട് നാളെ വിവാഹത്തിന് ഞാൻ വരും. അവിടെ ചെന്നിട്ട് പിന്നെ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. അനുപേട്ടൻ ഇപ്പോഴും മുഖം കടുപ്പിച്ച് വർത്താനം പറയണ്ട. അവിടെ എത്തട്ടെ, എന്നിട്ടല്ലേ ബാക്കി. ആ, ആതിരെ അവിടെ? ആതിരെ, 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 എടി വായു ഉറക്ക്. ആതിരെ, ആതിരെ, എടി വാലു ഉറക്കാൻ. ആതിരെ, ആതിരെ, വാലു ഉറക്കടി. ആതിരെ, ആഹാ, ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക്, നീ മരണ വീട്ടിലേക്കാണോ പോകുന്നത്? ഇതെന്തൊരു കോലോ മോളെ ഇത്? ആതിരെ, നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്കറിയാം. അതിനിവിടെ പ്രസക്തി ഇല്ലെന്നുള്ളതാണ് സത്യം. ഈ രൂപത്തിൽ നിന്നെ എങ്ങനെയടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? നീ വിഷമിക്കരുതെന്നും കരയരുതെന്നും ഞാൻ പറയുന്നില്ല. എല്ലാം മറന്ന് മറ്റൊരാളുടെ ഭർത്താവാകാൻ പോകുന്ന അവനെ നീ മറക്കണം. ഉള്ളിലുള്ള വിഷമം കണ്ണീരായി പുറത്തേക്ക് വരാതെ നോക്കുകയും വേണം. ഞാനിപ്പോഴും നിന്നോട് സമാധാനത്തോടെ തന്നെ സംസാരിക്കുന്നത് എല്ലാം ഇന്നത്തോടെ അവസാനിക്കല്ലോ എന്ന് കരുതിയിട്ടാ. മീരെ, നീ ആതിരയുടെ തലമുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്ക്. നീ ഇങ്ങ വന്നേ, ഇരിക്കേ. അന്ന് നിന്റെ നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നീ അജയന്റെ ഭാര്യ ആകേണ്ടതായിരുന്നു. മറ്റൊരുത്തന്റെ ഭാര്യ ഇരിക്കുമ്പോ നിനക്ക് ഇതുപോലെ കരയാനും സങ്കടപ്പെടാനും പറ്റുമോ? ചുറ്റും നിന്ന് എല്ലാവരും മറക്കെന്ന് പറഞ്ഞാലും നിനക്കും കൂടി അത് തോന്നണം. എത്ര നാളെന്ന് വെച്ചാ നീ ഇങ്ങനെ കരയുന്നേ? ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതാ. അതുകൊണ്ട് നീ സമാധാനിച്ച് നിന്നേ പറ്റൂ. അതെല്ലാം നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്ക്. അങ്കിൾ, ആ വാ വാ. അങ്കിൾ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അതെ, അന്വേഷിച്ചു. സന്ദീപിനോടും വരാൻ പറഞ്ഞിരുന്നാണല്ലോ. എന്നിട്ട് അവനവിടെ? ഞാൻ സന്ദീപിനെ വിളിച്ചോണ്ട് വരാം. ദേ അങ്കിൾ, സന്ദീപ് എത്തി. നിങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ മനസ്സിൽ വലിയ സന്തോഷ.
ആ സന്തോഷം നിങ്ങൾക്കും ഉണ്ടാവണം. ഇന്നൊരു രാത്രി കൂടി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരല്ല, ഒന്നാ. ഒരേ മനസ്സും ഒരേ തീരുമാനങ്ങളും ഒരേ ചിന്തയുമായി മുന്നോട്ട് ജീവിക്കണം. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതം വിലയിരുത്തേണ്ടത് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞുകൊണ്ടാവണം. നാളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷം അനഘയുടെ മുഖത്ത് പ്രകടമായി കാണാം. സന്ദീപിന് എന്താ ഒരു സന്തോഷമില്ലാത്തത്? അത് പിന്നെ എപ്പോഴും അങ്ങനെയല്ലേ അങ്കിൾ? വിവാഹം എന്ന് കേൾക്കുമ്പോ തന്നെ സന്ദീപിന് ടെൻഷനാ. നാളെ ഇതൊന്ന് കഴിയണം, സന്ദീപിന്റെ മുഖം ഒന്ന് തെളിയണമെങ്കിൽ. അത് നിങ്ങൾ പരസ്പരം സംസാരിക്കാത്തതുകൊണ്ടാണെന്നേ ഞാൻ പറയൂ. രണ്ടുപേരുടെ ഉള്ളിലുള്ളത് തുറന്ന് സംസാരിച്ചാൽ പിന്നെ മനസ്സിന് ഒരു ടെൻഷനും കൊടുക്കേണ്ടി വരില്ല. മോളെ, ഇവനെ ജർമ്മനിയിൽ വിട്ട് പഠിപ്പിച്ചെന്നേ ഉള്ളൂ. നാളെ വിവാഹം എന്ന് പറഞ്ഞപ്പോ ഇവന്റെ മുഖം ഇരിക്കുന്ന കണ്ടോ? നാളെ മുതൽ ഇവനെ നീ മാറ്റിയെടുത്തോണം കേട്ടോ. അത് ഞാൻ ഏറ്റു അങ്കിൾ. എന്റെ ഭർത്താവ് സന്തോഷമായിട്ടിരിക്കേണ്ടത് ഭാര്യ എന്ന നിലയിൽ എന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? ആരോ വന്നു, ഞാൻ പോയി നോക്കിട്ട് വരാം. അവൻ മൂഡ് ഓഫ് ആയിരിക്കുന്നൊന്നും മോള് മൈൻഡ് ചെയ്യണ്ട. അവൻ എന്തെങ്കിലും ടെൻഷനോ സങ്കടമോ ഉണ്ടെങ്കിൽ അതൊക്കെ നാളെ കൊണ്ട് മാറിക്കോളും. അങ്കിൾ, ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങാറായി. ഞാൻ പോയി ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാം. ശരി മോളെ. നിങ്ങൾ എത്തിയോ? നീ എന്താണ് ഇവരെ അകത്തേക്ക് ക്ഷണിക്കാത്തത്? വാ മാഷെ, അകത്തേക്ക് വാ. എല്ലാവരും ഇരിക്കി. ആ, ഇരിക്കി. എല്ലാവരും നാളെ വിവാഹം കഴിഞ്ഞിട്ടല്ലേ ഇനി പോകുന്നുള്ളൂ? എനിക്ക് വൈകിട്ട് പോകണം. ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. നാളെ വിവാഹത്തിന് പോകാൻ ഞാനിങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. ഞാൻ പിള്ളേരോട് ഓരോന്ന് പറയുമായിരുന്നു. ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. വിവാഹം കഴിഞ്ഞാലും രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. രണ്ടുപേരും പരസ്പരം അത്രയും അറിയാവുന്നവരായതുകൊണ്ട് കൂടുതലായി ഒന്നും പറയേണ്ട കാര്യവുമില്ല. ഇപ്പോഴാ മാഷ ഒരു സമാധാനമായത്. നാളെ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാ ഇവൻ അവന്റെ ജീവിതം ജീവിച്ചു തുടങ്ങണം.
ഇതൊന്നും കാണാനും കേൾക്കാനും അവൻ്റെ അമ്മയില്ലാത്തതിൻ്റെ സങ്കടം മാത്രമേ ഉള്ളൂ. ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ കാര്യം ചെയ്തു? വെറുതെ ഇതിനിടയിൽ വിഷമിക്കാമെന്നല്ലാതെ. വിവാഹമായിട്ട് അതിന്റെ ഒരു വ്യത്യാസം കാണുന്നില്ലല്ലോ. അവന്തികൊന്നും ഇല്ലേ ഇവിടെ? അവന്തിക പുറത്തേക്കോ മറ്റോ പോയെന്ന് തോന്നുന്നു. എല്ലാത്തിനും അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ അലങ്കാരവും ആർഭാടവും ഒന്നും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്. നിങ്ങളെ അല്ലാതെ വേറെ ആരെയും ഇവിടേക്ക് അങ്ങനെ ക്ഷണിച്ചിട്ടുമില്ല. ഒരു തവണ നടത്താനിരുന്ന് മുടങ്ങിയതുകൊണ്ടും ജോത്സ്യൻ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടും സന്ദീപിന് ചെറിയ ടെൻഷനുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എന്ത് നടത്തിയാലും എല്ലാ കാര്യങ്ങളും ഓടി കടന്ന് ചെയ്യുന്നത് സന്ദീപ. വലിയ വലിയ ആർഭാടങ്ങളിലൊന്നും അവനും താല്പര്യമില്ലെന്ന് തോന്നുന്നു. മുമ്പത്തെ പോലെ തടസ്സങ്ങളൊന്നും ഉണ്ടാകരുതെന്ന ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഈശ്വര. ഹലോ. ഹലോ മിസ്റ്റർ റോമിയോ, എന്തായി വിവാഹ ഒരുക്കങ്ങളൊക്കെ? നിനക്കിപ്പോ തോന്നുന്നില്ലേ ഈ വിവാഹം തന്നെയാണ് നിന്റെ ജീവിതത്തിൽ നടക്കേണ്ടിയിരുന്നതെന്ന്? ആ പാവം ദയാനന്ദൻ മാഷിന്റെ മകളെ എന്തിനാടാ നിന്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് കൊലയ്ക്ക് കൊടുക്കുന്നത്? ഇന്നത്തോടുകൂടി നമ്മുടെ ഈ സംഭാഷണം ഞാൻ നിർത്തും. ഞാൻ നിർത്തുമെന്ന് പറഞ്ഞാ നിന്റെ മനസ്സിനെയും മാറില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. എന്റെ ആ തോന്നലിൽ കൂടുതൽ നിന്റെ നാവിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ എന്തെങ്കിലും ഒന്ന് കൂടുതൽ വീണുപോയാൽ പിന്നെ വിളിക്കാനോ ഫോട്ടോ അയക്കാനോ ഒന്നും നിൽക്കില്ല ഞാൻ. പറയാതെ തീർക്കും നെല്ലിശ്ശേരിയിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന്. എനിക്കറിയാം നിനക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടെന്ന്. അത് പറയാൻ നിന്റെ നാവ് ചലിക്കുന്നില്ല എന്ന്. മറ്റൊന്നും പുറത്തു പറയാതിരിക്കാൻ നിന്റെ നാവ് ചലിക്കാതിരിക്കുന്നതാ നിന്റെ അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും ആയുസ്സിന് നല്ലത്. ദയാനന്ദൻ മാഷും കുടുംബമൊക്കെ നെല്ലിശ്ശേരിയിലെത്തി അല്ലേ? ഞാനിതൊക്കെ എങ്ങനെ അറിയുന്നതാണോ? അതിനൊക്കെയുള്ള സാങ്കേതിക വിദ്യകൾ എന്റെ കയ്യിലുണ്ടെന്ന് കൂട്ടിക്കോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറയുന്ന ഒക്കെ ഞാൻ അനുസരിച്ചോളാം. എന്റെ വീട്ടുകാരൊന്ന് വെറുതെ വിട് പ്ലീസ്. എന്റെ വീട്ടിലുള്ളവരാരെയും നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ വിളിയും വേണ്ട. അതെങ്ങനെ പറ്റും? പഴയ കാമുകിയെ കാണുമ്പോ നീ കവാത്ത് മറന്നാലോ? അതുകൊണ്ട് ഞാൻ ഇന്നും നാളെ താലികെട്ട് സമയം വരെയും നിന്നെ വിളിക്കും. നീ മറന്നുപോയാലും ഞാൻ ഓർമ്മിപ്പിക്കണമല്ലോ. എന്നാ ശരി അനിയ, ഞാനിനി സമയം കിട്ടുമ്പോ നിന്നെ വിളിക്കാം. താങ്ക്സ് മൂർത്തി. താങ്ക്സ് അലോട്ട്. താങ്ക് യു സോ മച്ച് മാഡത്തിന്. താങ്ക് യു. വലിയൊരു സഹായ മൂർത്തി എനിക്കും എൻ്റെ അനിയത്തിക്കും വേണ്ടി ചെയ്തു തന്നത്. എത്ര പണം വേണേലും ചോദിക്കാം. നമ്മൾ തമ്മിലൊരു കണക്ക് പറച്ചിൽ വേണ്ട. ഞാൻ ആ ചെറുക്കനെ 4-5 വട്ടം ഫോൺ വിളിച്ച് പേടിപ്പിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിൽ ഒരു മണ്ടനാവൻ. അതുകൊണ്ട് അധികം ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കാര്യം പെട്ടെന്ന് നടക്കുകയും ചെയ്തു. അതുകൊണ്ട്
മാഡം തന്നെ എത്രയാണെന്ന് വെച്ചാൽ തന്നാ മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. നീ ഇപ്പം നിസ്സാരമായിട്ട് പറഞ്ഞില്ലേ 4-5 വട്ടം ഫോൺ വിളിക്കേണ്ടിയേ വന്നുള്ളൂന്ന്. അതൊരു ചില്ലറക്കാരിയല്ല. ഇങ്ങനൊരു ഐഡിയ മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ആദ്യം കരുതിയത് ഇവനെ ഏൽപ്പിക്കാന്നാ. പിന്നെ തോന്നിയത് വേണ്ടാന്ന്. ഫോൺ വിളിയുടെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവൻ തന്നെ ഇവന്റെ പേരും അഡ്രസ്സും ഒക്കെ സന്ദീപിനോട് പറഞ്ഞു കൊടുക്കും. അത്ര ബുദ്ധിയാ. പിന്നെ ആരെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാ നീ നാട്ടിലെത്തിയെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോഴേ എന്റെ പകുതി ടെൻഷൻ മാറി. പകുതിയല്ല, ടെൻഷൻ മുഴുവനായി മാറ്റിക്കോ. സന്ദീപ് അനഘയുടെ കഴുത്തിൽ താലി കെട്ടും. അത് ഞാൻ മാഡത്തിന് തരുന്ന വാക്കാ. മാഡത്തിന് നന്നായി അറിയാലോ തരുൺമൂർത്തിയെ. അല്ല, നിങ്ങൾ എങ്ങനെ പരിചയം? നിന്നെ പോലെ തന്നെ മുൻപ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ധാരാളം സ്ഥലത്ത് നിന്ന് ഇഷ്ടം പോലെ തല്ല് കിട്ടി കാണുമല്ലേ? നിന്നെ പോലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞ്, നിന്റെ ബുദ്ധിയാണെന്നല്ല. പിന്നെ നിന്നോട് ഞാനൊരു കാര്യം പറയാം. സന്ദീപിനെ വിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഒക്കെ മൂർത്തിയാണെന്ന് ഞാൻ അനഘയോട് പോലും പറഞ്ഞിട്ടില്ല. മൂന്നാമതൊരാൾ അറിയുന്നത് നീയാ. ആരോടെങ്കിലും വല്ലതും പറഞ്ഞ ഞാൻ ആരോട് പറയാൻ? ഇത് അതീവ രഹസ്യമായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചോളാം. അപ്പോ എന്നെ കൊണ്ടുള്ള ആവശ്യം മാഡത്തിന് കഴിഞ്ഞു. തൽക്കാലം കഴിഞ്ഞു. പക്ഷേ ഇനിയും വേണ്ടിവരും.